കഠിനജലത്തിൽ എപ്പോഴെങ്കിലും കൈ കഴുകാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ സോപ്പ് പതയാൻ വലിയ പാടാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നല്ല പതയ്ക്കു പകരം സോപ്പ് ഒരു ഒട്ടിപ്പിടിക്കുന്ന ചാരനിറത്തിലുള്ള കൊഴുത്ത പദാർത്ഥമായി മാറുന്നത് കാണാം. ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. സാധാരണ വെള്ളത്തിൽ ലയിച്ച മിനറലുകളുണ്ട്. എന്നാൽ കഠിനജലത്തിൽ കാൽസ്യവും മഗ്നീഷ്യവും വളരെ ഉയർന്ന അളവിൽ അടങ്ങിയിരിക്കുന്നു. സാധാരണ വെള്ളത്തിൽ സോപ്പ് തേക്കുമ്പോൾ സോപ്പിലെ തന്മാത്രകൾ വെള്ളവുമായി എളുപ്പത്തിൽ ചേർന്ന് വായുവിനെ ഉള്ളിലാക്കി നല്ല കുമിളകൾ ഉണ്ടാക്കുന്നു. എന്നാൽ കഠിനജലത്തിൽ സോപ്പ് ഉപയോഗിക്കുമ്പോൾ അവിടെ ഒരു രാസപ്രവർത്തനം നടക്കുന്നു. വെള്ളവുമായി ചേരുന്നതിന് പകരം സോപ്പ് തന്മാത്രകൾ വെള്ളത്തിലുള്ള കാൽസ്യം മഗ്നീഷ്യം അയോണുകളുമായി വേഗത്തിൽ പ്രതിപ്രവർത്തിക്കുന്നു. ഇത് കാൽസ്യം സ്റ്റീറേറ്റ് എന്ന വെള്ളത്തിൽ ലയിക്കാത്ത ഒരു പുതിയ സംയുക്തമായി മാറുന്നു. ഇത് വെള്ളത്തിൽ ലയിക്കില്ല. അതിനാൽ ചർമ്മം വൃത്തിയാക്കാൻ ആവശ്യമായ പതയുണ്ടാക്കുന്നതിന് പകരം സോപ്പ് അക്ഷരാർത്ഥത്തിൽ കണ്ണിൽ കാണാൻ കഴിയാത്ത ഒരു ഖരവസ്തുവായി മാറുന്നു. ഇതിനെയാണ് നമ്മൾ സോപ്പ് സ്കം എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ ബാത്റൂമിലെ ടൈലുകളിലും മറ്റും പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ കഴുകിയാൽ പോവാത്ത മുഷിഞ്ഞ പാടയും ഇത് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ സോപ്പ് പതയുന്നില്ലെങ്കിൽ അതിനർത്ഥം സോപ്പ് മോശമാണെന്നല്ല, വെള്ളത്തിലെ മിനറലുകൾ ആ പതയെ കല്ലാക്കി മാറ്റുകയാണെന്നാണ്. ഇങ്ങനെ അമേസിംഗ് സയൻസ് ആൻഡ് എവറിഡേ ഫാക്ട്സ് അറിയാൻ ഫോളോ ചെയ്യൂ.